ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രേസി ഓസി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ കാർത്തിക് സൂര്യ കണ്ട കാണുമല്ലോ എല്ലാവരും. കാർത്തിക് സൂര്യ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ട്രെയിനിൽ പോകുന്നതും പുള്ളിക്കാരൻ ബാത്റൂമും നല്ലപോലെ വൃത്തിയാക്കുന്നതും 1 സ്റ്റാർ ഇട്ടൊക്കെ 5 സ്റ്റാർ ആക്കുന്നതും ഒക്കെ ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അപ്പം എൻ്റെ ഒരു ഇത് പറയുവാണെങ്കിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, ഞാനും പോയിട്ടുണ്ട് ഡൽഹി പോയപ്പോൾ ഞാനൊരു 3 ദിവസം അടുപ്പിച്ച് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തൊരു വ്യക്തിയാണ്, അതും സ്ലീപ്പർ കോച്ചിൽ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ, റെയിൽവേയിലെ ടോയ്ലറ്റ് മാത്രമല്ല നമുക്ക് വൃത്തിഹീനമായിട്ട് തോന്നുന്നത്, അവിടുത്തെ ഭക്ഷണമുണ്ട്. നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിലും അല്ലാതെ തന്നെ നമ്മളുടെ ഈ ട്രെയിനകത്തും കൊണ്ടുവരുന്ന ആ ഫുഡ് എന്തായാലും നമ്മൾ ഈ 3-4 ദിവസം യാത്ര ചെയ്യുന്നവരെന്തായാലും നമ്മൾ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ട്രെയിനിലെ ഫുഡ് എന്തായാലും നമ്മൾ മേടിച്ച് ഒരു നേരമെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ 3 ദിവസമാണ് നമുക്ക് പോകേണ്ടത്. അതിനകത്ത് ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കെട്ടിച്ചുമന്നുകൊണ്ട് ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റുമോ എടുക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും, നമ്മൾ ട്രെയിനിൽ നിന്ന് മേടിക്കും അല്ലേ. ട്രെയിനിൽ നിന്ന് മേടിക്കുന്ന ഫുഡൊന്ന് കഴിക്കണം. എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചില്ല എന്ന് പറഞ്ഞതാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയത്. ഞാൻ നൂഡിൽസ് എന്തോ കഴിച്ചു, പിന്നെ ചേച്ചി എന്തോ അവിടുന്ന് ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണിയുടെ ആ ചിക്കൻ തന്നെ ഒരുമാതിരി അഴുക്ക് ചിക്കനില്ലേ, എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഒരു ബ്ലൂ കളർ പോലൊക്കെ അതിൻ്റെ മാംസത്തിൽ എന്താണെന്ന് പറയത്തില്ല, അത് എന്ത് പറ്റിയതാണെന്നൊന്നും. അത് കൈ വയ്ക്കുമ്പം തന്നെ എന്തുപോലെ ചളിപ്പിളായി പോകുമായിരുന്നു. അപ്പം ഞങ്ങൾ ആ ബിരിയാണി അതിൻ്റെ ആ ഒരു റൈസ് മാത്രം കുറച്ച് കഴിച്ചിട്ട് ഞങ്ങളത് കളഞ്ഞു. പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു. നൂഡിൽസ് എന്ന് വെച്ചാൽ നമ്മളെല്ലാം കപ്പിനകത്ത് നമ്മൾ തന്നെ ഇട്ട് അപ്പം തന്നെ കഴിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ പേര് പോലൊക്കെ ഞാൻ മറന്നുപോയി. അതുണ്ട്. അതിങ്ങനെ ചൂടുവെള്ളത്തിനകത്തോട്ട് ആ നൂഡിൽസ് ഇട്ടിട്ട് നമ്മൾ തന്നെ കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ തന്നെ കഴിക്കും. അത് ഒരു എന്താ പറയുക അതിന്, ഞാൻ വിട്ടുപോയത് കേട്ടോ സംഭവം. ആ നൂഡിൽസ് ഞാൻ മേടിച്ച് കഴിച്ചു. അപ്പം അത് കഴിച്ചു. പിന്നെ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും പാനീയം, ജ്യൂസ് വല്ലതും ഒക്കെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ അവിടുന്ന് നമ്മൾ മേടിച്ച് കുടിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വയറ്റിന് നല്ല പണി മേടിച്ചായിരുന്നു. പിന്നെ അവിടുത്തെ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ടോയ്ലറ്റ് വരെ പോകണ്ട, ആ സ്മെല്ല് നമ്മൾ ഇരിക്കുന്ന ആ ഒരു കോച്ച് വരെ അടിക്കും. അതിനും വേണ്ടിയുള്ള ഇതവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ വൃത്തിഹീനം എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ വീട്ടിൽ എന്തിതായിട്ടാണ് നമ്മൾ ബാത്റൂമൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയുടെ ബാത്റൂം ഒന്ന് കാണണം. അത് നമ്മൾ വിചാരിക്കും ഒരുപാട് ആൾക്കാർ പോയി വരുന്നതല്ലേ, അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഒരുപാട് നമ്മൾ തന്നെ അത് വൃത്തിയാക്കി സൂക്ഷിച്ച് കൊണ്ടുപോയി കൈകാര്യം ചെയ്താൽ അത് വൃത്തിയായിട്ട് തന്നെ കിടക്കും. ഇതിപ്പോൾ നമ്മളുടെ അല്ലല്ലോ, അത് പബ്ലിക് ടോയ്ലറ്റ് പോലെ കിടക്കുമല്ലേ എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചിട്ട് ഇറങ്ങി പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അത്രയ്ക്ക് അലമ്പാണ്. ഒന്ന് അടുത്തൂടല്ല, അതിൻ്റെ ഒരു 10 അടി ഇപ്പുറത്തോടു കൂടെ പോയാലും നമുക്ക് സ്മെല്ലാണ്. അതിനു വേണ്ടി സ്മെല്ലായി നമ്മൾ പിന്നെ ഗതികെട്ട് നമ്മൾ എത്രയെന്നും പറഞ്ഞാണ് യൂറിനൊക്കെ പാസ് ചെയ്യാതെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ സഹിയിട്ട് നമ്മൾ പോകേണ്ട അവസ്ഥയാണ്. മനസ്സിലായോ? നമ്മൾ പോവും. അതുകൊണ്ട് നമ്മൾ പോകുമ്പം എൻ്റെ ഇതിൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ടോയ്ലറ്റൊക്കെ ഭയങ്കര അലമ്പാണ്. പിന്നെ ചില ടോയ്ലറ്റിനകത്തോട്ട് നമ്മൾ കയറുമ്പോൾ ഉണ്ട്, അവിടെ ബക്കറ്റും കാര്യങ്ങളൊന്നും കാണത്തില്ല. നമ്മൾ പിന്നെ അടുത്ത കോച്ചിലോട്ട് പോയാൽ അവിടെ ആയിരിക്കും. ചിലപ്പോൾ AC കമ്പാർട്ട്മെൻറ്റിലോട്ട് പോയാൽ പിന്നെയും കാണുമല്ലോ ഒക്കെ അതിനകത്ത്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്കൊക്കെ അങ്ങോട്ടൊക്കെ പോയി യൂറിൻ പാസ് ചെയ്യാറൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ. എന്നാ പറയാമല്ലോ, നല്ല അലമ്പാണ്. പക്ഷേ കാർത്തിക് സൂര്യ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇതൊരു കോണ്ടന്റിന് വേണ്ടി ചെയ്തതാണെങ്കിലും അതെല്ലാവർക്കും പഠിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പക്ഷേ എല്ലാ ടോയ്ലറ്റും നല്ലപോലെ കിടക്കും. പക്ഷേ ആർക്കോ വേണ്ടി നമ്മളുടെ സാധനമല്ല, പബ്ലിക് ടോയ്ലറ്റ് അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു അലസതയായിട്ട് സാധിച്ചിട്ട് വെള്ളം ഒഴിക്കാതൊക്കെ പോയാൽ നല്ല അലമ്പായിരിക്കും.
പുള്ളിക്കാരനത് ചെയ്തതിലൂടെ എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. അതിന് കണ്ടൻറ്റിന് വേണ്ടിയാണെങ്കിലും മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണല്ലോ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? മറ്റുള്ളവരിത് കണ്ട് പഠിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ എന്ന് വെച്ചാൽ എല്ലാവരും പോയി ട്രെയിനിൻ്റെ ബാത്റൂം കഴുകണമെന്നല്ലാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. എല്ലാം വൃത്തിയായിട്ട് നമ്മളേതായ രീതിയിൽ അത് കൊണ്ടുപോയാൽ എല്ലാ ടോയ്ലറ്റും നല്ലപോലെ കിടക്കും. അല്ലാതെ നമ്മളുടെ അല്ലല്ലോ ഇത്, ഇന്ത്യൻ റെയിൽവേയുടെ അല്ലേ എന്ന് വിചാരിച്ച് അതിനകത്തോട്ട് കയറി അലമ്പാക്കിയിട്ടിട്ട് പോയാൽ അത് കണ്ടുവരുന്നവരും അത് തന്നെ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് പുള്ളിക്കാരൻ ചെയ്തതിലോട് ഞാൻ ഫുൾ സപ്പോർട്ടാണ്. ആ ഒരു വ്ളോഗ് കാണാൻ പൊളിയാണ് സംഭവം. പുള്ളിക്കാരായി ചെയ്തിരിക്കുന്നതൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുമൊക്കെ കണ്ടിട്ടുള്ളതല്ലേ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനത് ആ ഒരു ഇതെല്ലാം ചെയ്ത് അത് ആ പുള്ളിക്കാരൻ്റെ കൈ കൊണ്ട് തന്നെ അത് വൃത്തിയാക്കി നമ്മളെ കാണിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു പ്രൗഡാണ് സംഭവം. മനസ്സിലായോ? അപ്പോൾ കണ്ടന്റിന് വേണ്ടിയാണെങ്കിലും പറയാനുള്ളതും ചെയ്യാനുള്ളതും എല്ലാം പുള്ളിക്കാരൻ ആ ഒരു വ്ളോഗിലൂടെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് കാർത്തിക് സൂര്യ. ഫുൾ സപ്പോർട്ടാണ്. ഇങ്ങനെയും വീഡിയോകൾ പ്രതീക്ഷിക്കുന്നു. നല്ല വീഡിയോസ് പോരട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇതേ ഉള്ളൂ. ബൈ.